വെൽക്കം ബാക്ക് ടു എൻചാൻറ്റഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ തന്നെ SCRT നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് പീരിയോഡിക് ടേബിൾ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചു നിർത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കിയതാണ്. ഓരോ ഗ്രൂപ്പും അവ അറിയപ്പെടുന്ന ഫാമിലി, കുടുംബമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് 1 ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രൂപ്പ് 1 ലോഹങ്ങളെല്ലാം ഗ്രൂപ്പ് 1 മൂലകങ്ങളെല്ലാം ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ഗ്രൂപ്പ് 2 മൂലകങ്ങളെല്ലാം ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഗ്രൂപ്പ് 3 മുതൽ 12 വരെ സംക്രമണ ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെ സംക്രമണ ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഗ്രൂപ്പ് 13 അറിയപ്പെടുന്നത് ബോറോൺ കുടുംബം എന്നാണ്. ഗ്രൂപ്പ് 13 അറിയപ്പെടുന്നത് ബോറോൺ കുടുംബമാണ്. ഗ്രൂപ്പ് 14 അറിയപ്പെടുന്നത് കാർബൺ കുടുംബം. ഗ്രൂപ്പ് 15 നൈട്രജൻ കുടുംബം. ഗ്രൂപ്പ് 16 ഓക്സിജൻ കുടുംബം. ഗ്രൂപ്പ് 17 ഹാലോജനുകൾ. ഗ്രൂപ്പ് 18 ഉത്കൃഷ്ടവാതകങ്ങൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഗ്രൂപ്പ് 3 മുതൽ 12 വരെ അറിയപ്പെടുന്ന സംക്രമണ ലോഹങ്ങൾ എന്നാണ്. 13 അറിയപ്പെടുന്നത് ബോറോൺ കുടുംബമെന്നും, 14 കാർബൺ കുടുംബമെന്നും, 15 നൈട്രജൻ കുടുംബം എന്ന് അറിയപ്പെടുന്നു, 16 ഓക്സിജൻ കുടുംബം. 17ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഹാലോജനുകൾ എന്നും, 18ാമത്തെ ഗ്രൂപ്പുകൾ അറിയപ്പെടുന്ന ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രൂപ്പ് 3 മുതൽ 12 വരെ അറിയപ്പെടുന്ന മൂലകങ്ങൾ, ഗ്രൂപ്പ് 3 മുതൽ 12 വരെ ഉള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ 18ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗ്രൂപ്പ് 1ഉം 2ഉം അതുപോലെ 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ അവ എന്ത് ചെയ്യുന്നു? അവ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നു. എന്തിനാണ് ക്രമാവർത്തന പ്രവണത കാണിക്കുന്നത്? ആറ്റങ്ങളിലെ ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ഗ്രൂപ്പ് 1ഉം 2ഉം 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളിലെ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. അതായത് ക്രമാവർത്തന പ്രവണത എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ പറയുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെയും അതുപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങൾ അവയുടെ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകൾ 1 മുതൽ 8 വരെ എന്ന കണത്തിലാണ് ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇവിടെ നോക്കാം, ഇത് ഹൈഡ്രജൻ, ലിഥിയം എന്ന് പറയുന്നതെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്നതാണ്. അപ്പൊ ഹൈഡ്രജൻ കഴിഞ്ഞ് ലിഥിയം നോക്കുമ്പോൾ അവിടെ എന്താണ്? ലിഥിയം എന്ന് പറയുന്നതിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പൊ അതിന്റെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെ 2 1 എന്ന് എഴുതും. തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ മെമ്പറാണ് ബെറീലിയം. ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതും? 2 2 എന്ന് എഴുതും. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ ഈ പറയുന്ന ആറ്റങ്ങളുടെ ഒന്നാമത്തെ രണ്ടാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യമിത ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണുകളുടെ ക്രമം എങ്ങനെയാണ്? ഇങ്ങനെ ക്രമം ഇങ്ങനെ ആവർത്തിക്കുന്നതാണ്. ഒന്നിനു ശേഷം അടുത്തത് എന്താണ്? 2 എന്നാണ് ഇവിടെ കാണുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? 1-ന് ശേഷം 2 ഒരു ക്രമമായിട്ടാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പൊ 1ഉം 2ഉം ഒന്നാമത്തെ രണ്ടാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ വിന്യാസം ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് മനസ്സിലാവുന്ന ഇതിങ്ങനെ ക്രമമായിട്ട് ക്രമമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള ഈ ആറ്റങ്ങൾ 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെ മൂലകങ്ങളെ ശ്രദ്ധിച്ചാലും ഇതുപോലെ ഈ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകൾ നോക്കുക. ഇവിടെ 3 ആണ്. 2 14ാമത്തെ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകൾ നോക്കുമ്പോൾ അത് 4 എന്നാണ് കാണുന്നത്. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയി 18ാമത്തെ ഗ്രൂപ്പിൽ എത്തുമ്പോൾ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 എന്ന് കാണുന്നു. അപ്പൊ ഇതാണ് പറയുന്നത് 1ഉം 2ഉം ഗ്രൂപ്പിലെ അതുപോലെ 13 18 വരെ ഗ്രൂപ്പിലെ ആറ്റങ്ങളുടെ ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നു. ആറ്റങ്ങൾ ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. അതായത് ബാഹ്യമിത ഷെല്ലിൽ 1 മുതൽ 8 വരെയുള്ള ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു. 1 മുതൽ 8 വരെ ഇലക്ട്രോൺ ക്രമമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ ഗ്രൂപ്പിനെ രണ്ടാമത്തെ ഗ്രൂപ്പിനെ അതോടൊപ്പം 13 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലിമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. എന്താണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത് ബാഹ്യമിത ഷെല്ലിൽ ഈ പറയുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പിലെയും അതുപോലെ 13 18 വരെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ
ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നു. ആറ്റങ്ങൾ ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ ക്രമം 1 മുതൽ 8 വരെ അങ്ങനെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ഗ്രൂപ്പിന് രണ്ടാമത്തെ ഗ്രൂപ്പിനെ അതുപോലെ തന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്? ഏതൊക്കെയാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് ഗ്രൂപ്പിൽ പെടുന്നതെന്ന് മനസ്സിലായല്ലോ. 1ഉം 2ഉം അതുപോലെ 13 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് മനസ്സിലാക്കുക. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ഹൈഡ്രജനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ. ഹൈഡ്രജൻ എന്ന് പറയുന്നതിന് ഒരു സ്ഥിരമായിട്ട് ഒരു കറക്റ്റ് പൊസിഷൻ പറയുന്നത്, പക്ഷെ അവ ഏതിനോട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൽക്കലി ലോഹങ്ങളുടെ കൂട്ടത്തിലാണ് ഹൈഡ്രജന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൈഡ്രജന് വാതകമാണ്. എന്നാൽ ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഖരാവസ്ഥയിൽ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആൽക്കലി ലോഹങ്ങളെ പോലെ ഹൈഡ്രജൻ ചില അവസരങ്ങളിൽ രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ രാസപ്രവർത്തനത്തിൽ ഹാലജനുകളെ പോലെയും ഒരു ആറ്റത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഹൈഡ്രജൻ ഈ പറയുന്ന ആൽക്കലി ലോഹങ്ങളുടെ കൂട്ടത്തിലാണ് ഹൈഡ്രജൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലെ. അതുപോലെ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതാണെന്ന് വെച്ചാൽ അത് റെഡോൺ ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രാതിനിധ്യ മൂലകങ്ങളാണ്. പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് ഇത്രയേ ഉള്ളൂ. 1ഉം 2ഉം ഗ്രൂപ്പും അതുപോലെ 13 18 ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രമാവർത്തന പ്രവണത കാണിക്കുന്നു. അതായത് ബാഹ്യമിത ഷെല്ലിലെ ഇലക്ട്രോണുകൾ 1 മുതൽ 8 വരെ എന്ന ക്രമത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ആ മൂലകങ്ങളെ ഇത്തരത്തിൽ 1ലെയും 2 ഗ്രൂപ്പിലെയും 13 18 ഗ്രൂപ്പിലെയും മൂലകങ്ങളെ പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് ഉത്കൃഷ്ട വാതകങ്ങളെ കുറിച്ചാണ്. എന്താണ് ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് പറഞ്ഞാൽ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് പറയപ്പെടുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഏതൊക്കെയാണ് ഉത്കൃഷ്ട വാതകങ്ങൾ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സിനോൺ, റെഡോൺ. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സിനോൺ, റെഡോൺ. അപ്പം നമ്മള് പീരിയോഡിക് ടേബിളില് ഏറ്റവും വലതുവശത്തായിട്ട് ഇരിക്കുന്നതാണ് എന്ത്? ഈ പറഞ്ഞ ഉത്കൃഷ്ട വാതകങ്ങൾ. അത് 18ാം ഗ്രൂപ്പിനെയാണ് ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അതിൽ പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്നിവയാണ്. ഇനി മനസ്സിലാക്കാനുള്ളത് ഈ പറയുന്ന വാതകങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? രാസപ്രവർത്തനത്തിലൊന്നും ഏർപ്പെടുന്നില്ല. ഇതൊക്കെ ഏക അറ്റോമിക തന്മാത്രകളാണ്. ഏക അറ്റോമിക തന്മാത്രകളാണ്. ഇവ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് ഇവയെ അലസവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. എന്താണ്? ഏക അറ്റോമിക തന്മാത്രകളാണ്. എല്ലാം ഏക അറ്റോമിക തന്മാത്രകളാണ്. പിന്നെ ഇത് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നു. കാരണം ഇത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തത് എന്ന് വെച്ചാൽ ഇതിന്റെ ബാഹ്യമിത ഷെല്ലിൽ അതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രോണുകൾ ഉണ്ട്. അതുകൊണ്ട് അത് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നുമില്ല, സ്വീകരിക്കുന്നുമില്ല. അപ്പൊ ബാഹ്യമിത ഷെല്ലിൽ അതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് അത് രാസപ്രവർത്തനം ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് അലസവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇനി ഇത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ അപൂർവ വാതകങ്ങൾ അല്ലെങ്കിൽ റെയർ ഗ്യാസ് എന്നും അറിയപ്പെടുന്നു. എന്താണ്? ഏക അറ്റോമിക തന്മാത്രകളാണ്, അലസവാതകങ്ങളാണ്, അപൂർവ വാതകങ്ങൾ. ഇവയെല്ലാം എന്ത്? ഉത്കൃഷ്ട വാതകങ്ങൾ എന്നറിയപ്പെടുന്ന 18ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾക്ക് അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? അലസവാതകങ്ങൾ, അപൂർവവാതകങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഹീലിയം എന്ന് പറയുന്ന വാതകത്തിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രത കുറഞ്ഞ വാതകം. അപ്പൊ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ വാതകം എന്താണെന്ന് വെച്ചാൽ ഇത് ഹീലിയമാണ്. നമ്മളിത് ഹീലിയം അല്ലെ. ഹീലിയം എന്ന് പറയുന്നത് എന്താണ്? സാന്ദ്രത കുറഞ്ഞ. ഈ വാതകങ്ങളിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകം ഏതാണെന്ന് വെച്ചത് ഹീലിയമാണ്. സാന്ദ്രത കുറവാണ് ഇതിനെന്ന് മനസ്സിലാക്കാം. സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹീലിയം. അതുകൊണ്ട് ഇതിനെ കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗപ്പെടുത്തുന്നു. കാലാവസ്ഥാ ബലൂണിൽ ഉപയോഗപ്പെടുന്ന ഉത്കൃഷ്ട വാതകം ഏതാണെന്ന് വെച്ചാൽ അത് ഹീലിയമാണ്. അപ്പൊ കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗപ്പെടുത്തുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ്? ഹീലിയമാണ്. കാരണം ഹീലിയത്തിന് എന്താണ്? സാന്ദ്രത കുറവാണ്. ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ള വാതകം ഏതാണെന്ന് വെച്ചാൽ അത് ഹീലിയമാണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു വാതകമാണ് ഏത്? നിയോൺ. നിയോൺ എന്ന വാതകം ഓറഞ്ച് നിറം നൽകുന്നതിനാൽ അതിന് എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നു. അപ്പൊ നിയോൺ എന്ന വാതകം ഓറഞ്ച് നിറം ലഭിക്കുന്നു. നിയോൺ എന്ന വാതകത്തിന് ഓറഞ്ച് നിറം ലഭിക്കുന്നു. അതുകൊണ്ട് ഇവയെ എന്തിനു ഉപയോഗിക്കുന്നു? ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നു. നിയോൺ എന്ന വാതകം ഓറഞ്ച് നിറം നൽകുന്നതിനാൽ അവയെ ഡിസ്ചാർജ് ലാമ്പിൽ ഉപയോഗിക്കുന്നു. അപ്പൊ ഡിസ്ചാർജ് ലാമ്പിൽ ഉപയോഗിക്കുന്ന ഏതാണ്? നിയോൺ എന്ന വാതകമാണ്. അത് ഓറഞ്ച് നിറം നൽകുന്നതിന് അതിനെ ഡിസ്ചാർജ് ലാമ്പിൽ ഉപയോഗിക്കുന്നു. ഇനി അതുപോലെ തന്നെ എന്താണ്? വൈദ്യുതി ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാനായി അവയിൽ ആർഗൺ വാതകം ഉപയോഗിക്കാറുണ്ട്. ആർഗൺ എന്ന വാതകം എവിടെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? വൈദ്യുതി ബൾബുകളിലെ ഫിലമെന്റുകളിലാണ്
ആ ഫിലമെന്റുകളുടെ ബാഷ്പീകരിക്കാതിരിക്കാനാണ് ആർഗൺ എന്ന വാതകം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ വൈദ്യുത ബൾബുകളിൽ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ ആർഗൺ എന്ന വാതകം ഉപയോഗിക്കുന്നു. ആർഗൺ എന്ന ഉത്കൃഷ്ട വാതകം ഉപയോഗപ്പെടുത്തുന്ന എവിടെയാണ്? വൈദ്യുത ബൾബിലെ ഫിലമെന്റുകളിൽ ആ ഫിലമെന്റുകളുടെ ബാഷ്പീകരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആർഗൺ എന്ന വാതകം ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ റെഡോൺ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വാതകമാണ്, ഉത്കൃഷ്ട വാതകമാണ് റെഡോൺ എന്ന് പറഞ്ഞു. ഈ റെഡോൺ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഒരു വാതകമാണ്. റേഡിയോ ആക്ടിവിറ്റി ഉള്ള വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് റെഡോൺ ആണെന്ന് മനസ്സിലാക്കാം. ഉത്കൃഷ്ട വാതകങ്ങൾ റേഡിയോ ആക്ടിവിറ്റി ഉള്ള വാതകം ഏതാണ്? റെഡോൺ ആണ്. റേഡിയോ ആക്ടിവിറ്റി ഉള്ള വാതകം റെഡോൺ. ഉത്കൃഷ്ട വാതകങ്ങളിൽ റേഡിയോ ആക്ടിവിറ്റി ഉള്ള വാതകം ഏതാണ്? റെഡോൺ ആണ് മനസ്സിലാക്കുക. അപ്പൊ ഹീലിയം വളരെ സാന്ദ്രത കുറഞ്ഞാൽ ആ വാതകത്തെ കാലാവസ്ഥ ബലൂണിൽ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ നിയോൺ എന്ന് പറയുന്ന വാതകം ഓറഞ്ച് നിറം നൽകുന്നതിന് അതിനെ ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ വൈദ്യുത ബൾബിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ ആർഗൺ എന്ന വാതകം ഉപയോഗപ്പെടുത്തുന്നു. ഇനി റെഡോൺ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഒരു വാതകമാണ്. എന്ന് മാത്രമല്ല റെഡോൺ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതാണെന്ന് വെച്ചാൽ ഇത് റെഡോൺ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഉത്കൃഷ്ടവാതകങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പൊ 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സിനോൺ ആൻഡ് റെഡോൺ. അതിൽ ഹീലിയം സാന്ദ്രത കുറഞ്ഞവയാണ്. ഈ പറയുന്ന എല്ലാ വാതകങ്ങളും ഏക അറ്റോമിക തന്മാത്രകളാണ്. ഇവ രാസപ്രവർത്തനം ഏർപ്പെടുന്നില്ല, അതുകൊണ്ട് ഇവ അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നു. അതുപോലെ അപൂർവ വാതകങ്ങളും അറിയപ്പെടുന്നു. ഓരോന്നിന്റെയും പ്രത്യേകതകളും എവിടെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ മനസ്സിലാക്കി. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, അടുത്ത് നമുക്ക് നോക്കാം 3 മുതൽ 12 ഗ്രൂപ്പിലെ മൂലകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 3 മുതൽ 12 ഗ്രൂപ്പിലെ മൂലകങ്ങളെ സംക്രമണ ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലെ. സംക്രമണ ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു. 3 മുതൽ 12 ഗ്രൂപ്പിലെ മൂലകങ്ങൾ എന്തറിയപ്പെടുന്നു? സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അത് മാത്രമല്ല ഇവ ഗ്രൂപ്പുകളിൽ ഇവ എന്ത് ചെയ്യുന്നു? സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഇവ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ 3 മുതൽ 12 ഗ്രൂപ്പിലെ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു? സംക്രമണ ലോഹങ്ങൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ വിളിക്കുന്നു. അത് പറഞ്ഞാൽ 3 മുതൽ 12 ഗ്രൂപ്പിലെ മൂലകങ്ങൾ സംക്രമണ ലോഹങ്ങൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഇവ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പീരിയോഡിലും ഗ്രൂപ്പിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. പീരിയോഡുകളിലും ഗ്രൂപ്പുകളിലും ഇവ എന്ത് ചെയ്യുന്നു? രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. അപ്പൊ ഇത് 3 പോയിന്റ് അതിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സംക്രമണ ലോഹങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ 3 മുതൽ 12 ഗ്രൂപ്പിലെ മൂലകങ്ങളാണ്. ഇനി അവ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ പീരിയഡിലും ഗ്രൂപ്പിലും അവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു എത്ര പീരീഡ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ? 7 പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 7 പീരീഡുകളിൽ പീരിയോഡിക് ടേബിളിലെ 6ാമത്തെ പീരീഡും 7ാമത്തെ പീരീഡിനെയും അറിയപ്പെടുന്നത് എന്താണ്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ എന്തറിയപ്പെടുന്നു? അന്തഃസംക്രമണ മൂലകങ്ങൾ. അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 6ാമത്തെ പീരീഡ് 7ാമത്തെ പീരീഡിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നതാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ അന്തഃസംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ 3 മുതൽ 12 ഗ്രൂപ്പിലാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ സംക്രമണ ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ 6ാമത്തെ പീരീഡ് 7ാമത്തെ പീരീഡിനെ എന്തറിയപ്പെടുന്നു? അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അന്തഃസംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണ്? 6ാമത്തെ 7ാമത്തെ പീരീഡിലെ മൂലകങ്ങളാണ് അന്തഃസംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ അന്തഃസംക്രമണ മൂലകങ്ങളെ 6ാമത്തെ പീരീഡിൽ 57ാമത്തെ അറ്റോമിക് നമ്പർ മുതൽ 71ാമത്തെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളെ ലാന്തനോയിഡുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം 6ാമത്തെ പീരീഡുകളിൽ 57ാമത്തെ മൂലകം മുതൽ 71 വരെ മൂലകങ്ങളെ ലാന്തനോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പീരീഡ് 7 89 മുതൽ 103 വരെയുള്ള മൂലകങ്ങളെ ആക്ടിനോയിഡുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ 6ാമത്തെ 7ാമത്തെ പീരീഡ് മൂലകങ്ങളെ അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. അതിൽ തന്നെ 6ാമത്തെ പീരീഡിലെ മൂലകങ്ങളെ ലാന്തനോയിഡുകൾ എന്നറിയപ്പെടുന്നു. അത് 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളാണ്. അതുപോലെ തന്നെ 7ാമത്തെ പീരീഡിലെ മൂലകങ്ങളെ ആക്ടിനോയിഡുകൾ എന്നറിയപ്പെടുന്നു. അത് 89 മുതൽ 103 വരെയുള്ള മൂലകങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി ലാന്തനോയിഡുകൾ എന്ന് പറയുന്ന പീരീഡ് 6ലെ മൂലകങ്ങളിലെ ലാന്തനമാണ് ആദ്യത്തെ മൂലകം. ആ 57ാമത്തെ മൂലകം ലാന്തനമാണ്. അത് മുതൽ ലുട്ടേഷ്യം വരെ ലാന്തനം മുതൽ ലുട്ടേഷ്യം വരെയാണ് ലാന്തനോയിഡുകൾ എന്ന് അറിയപ്പെടുന്നത്. ലാന്തനോയിഡുകൾ എന്ന് പറയുന്നത് ലാന്തനം എന്ന് പറയുന്ന മൂലകം മുതൽ ലുട്ടേഷ്യം വരെ മൂലകങ്ങളെയാണ് ലാന്തനോയിഡുകൾ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 7ാമത്തെ പീരീഡിലെ ആക്ടിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ ആക്ടിനിയം എന്ന് പറയുന്ന 81ാമത്തെ മൂലകം മുതൽ ലൊറൻഷ്യം എന്ന് പറയുന്ന മൂലകം വരെയാണ് ആക്ടിനോയിഡുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിൾ 6ഉം 7ഉം പീരീഡിലുള്ള മൂലകങ്ങളെ അന്തഃസംക്രമണ മൂലകം എന്നറിയപ്പെടുന്നു. അതിൽ 6ാമത്തെ പീരീഡിലെ
ആദ്യത്തെ മൂലകമാണ് അതായത് 57ാമത്തെ മൂലകമാണ് ലാന്തനം. ലാന്തനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള ലാന്തനോയിഡുകൾ എന്നറിയപ്പെടുന്നു. അതുപോലെ 7ാമത്തെ പീരീഡിലെ ആക്ടിനോയിഡുകള് ആക്ടിനി മുതൽ റെൻഷ്യം വരെ ആക്ടിനോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ ആക്ടിനോയിഡുകളില് ആക്ടിനി മുതൽ യുറേനിയം വരെ ഉള്ള മൂലകങ്ങൾക്ക് ശേഷമുള്ള മൂലകങ്ങളെല്ലാം എന്താണ്? മനുഷ്യനിർമ്മിത മൂലകങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആക്ടിനോയിഡുകള് ആക്ടിനി മുതൽ യുറേനിയം വരെയുള്ള മൂലകങ്ങൾക്ക് ശേഷമുള്ള മൂലകങ്ങൾ എന്താണ്? മനുഷ്യനിർമ്മിത മൂലകങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് പീരിയോഡിക് ടേബിളിലെ പീരീഡുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇത്രയാണ് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളും പീരീഡിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഗ്രൂപ്പിലും പീരീഡിലും ആറ്റങ്ങളുടെ സൈസിലും ആറ്റത്തിന്റെ സൈസിലും അതിന്റെ രാസപ്രവർത്തനം ഏർപ്പെടുന്ന രീതിയിലൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുക. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രമാവർത്തന പ്രവണതയിലെ ആദ്യം ആറ്റത്തിന്റെ വലിപ്പത്തെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ആറ്റത്തിന്റെ വലിപ്പം ഇതൊരു ഗ്രൂപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം എന്ന് പറയുന്ന ആദ്യത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിനെ അതിന്റെ മൂലകങ്ങളെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ അതിന് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് ഒരൊറ്റ ഷെല്ലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അടുത്തത് ലിഥിയം എന്ന് പറയുന്നത് അതേ ഗ്രൂപ്പിൽ പെടുന്ന അടുത്ത മൂലകമാണ്. അവിടെ അറ്റോമിക് നമ്പർ 3 ആണ്. അവിടെ നമ്മൾ 3 ഇലക്ട്രോണുകളാണ് ലിഥിയത്തിന് ഉള്ളത്. അപ്പൊ 3 ഇലക്ട്രോണുകളുള്ളപ്പോൾ ലിഥിയത്തിന് ഇലക്ട്രോണിൽ ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, പിന്നുള്ളൊരു ഷെല്ലില് 1 ഇലക്ട്രോൺ. അങ്ങനെയാണ് ലിഥിയത്തിന്റെ ഇലക്ട്രോൺസ് ഇത് ബോർ ആറ്റം മാതൃകയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മനസ്സിലാക്കുക. അടുത്തത് ഇനി നോക്കാം. അടുത്തത് എന്താണ്? സോഡിയം എന്ന് പറയുന്നത് എന്താണ്? സോഡിയത്തിന് 11 അറ്റോമിക് നമ്പർ. അപ്പൊ നമ്മൾ എത്ര ആദ്യത്തെ ഷെല്ലില് 2, 8, 1 എന്നാണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം. ലിഥിയത്തിനാണെങ്കിൽ 2, 1 എന്നാണ് ഇലക്ട്രോൺ വിന്യാസം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഷെല്ലിൽ 2ഉം അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണും എഴുതിയിരിക്കുന്നത്. ഇനി സോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 11 അപ്പം ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അങ്ങനെ രീതിയിലാണ് ബോർ ആറ്റം മാതൃകയിൽ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു ഗ്രൂപ്പാണ് ഇത്, ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് താഴോട്ട് പോകും തോറും എന്ത് സംഭവിക്കുന്നു? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതായിട്ടാണ് കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഗ്രൂപ്പിന് താഴോട്ട് പോകുമ്പോൾ ഷെല്ലിന്റെ എണ്ണം കൂടുന്നതായിട്ടാണ് കാണുന്നത് അല്ലെ. ഗ്രൂപ്പിലോട്ട് താഴോട്ട് പോകുമ്പോൾ ഷെല്ലിന്റെ എണ്ണം കൂടുന്നു. ഷെല്ലിന്റെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആറ്റത്തിന്റെ സൈസിന് എന്ത് സംഭവിക്കുന്നു? ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നോറും എന്താണ്? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, അതായത് ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിന്റെ വലിപ്പവും വർദ്ധിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഗ്രൂപ്പിലെ ആറ്റത്തിന്റെ വലിപ്പം മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും എന്താണ്? കൂടുന്നു. അപ്പൊ ഗ്രൂപ്പിൽ ആറ്റത്തിന്റെ വലിപ്പം മുകളിൽ താഴോട്ട് പോകുന്നത് കൂടുന്നു, കാരണം ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. അതിനാൽ ആറ്റത്തിന്റെ വലിപ്പവും മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും കൂടുന്നു മനസ്സിലാക്കുക. ആറ്റത്തിന്റെ വലിപ്പം നമ്മൾ പീരീഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആറ്റത്തിന്റെ ഒരു പീരീഡിന് നോക്കുകയാണെങ്കിൽ അപ്പൊ പീരീഡ് എഴുതുമ്പോൾ ലിഥിയം, ബെറീലിയം, ബോറോൺ ഇങ്ങനെയാണ് പീരീഡ് പോകുന്നത്. അപ്പൊ ലിഥിയം എന്ന് പറയുന്ന പീരീഡില് ഫസ്റ്റ് മൂലകത്തില് 3 അറ്റോമിക് 3 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? ആദ്യത്തെ ഷെല്ലിൽ 2, അവസാനത്തെ ഷെല്ലിൽ 1 അങ്ങനെ അറേഞ്ച് ചെയ്യും. ബെറീലിയം എന്ന് പറയുന്നത് 4 ആണ് അറ്റോമിക് നമ്പർ. 4 ഇലക്ട്രോൺ, ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 2. ഇവിടെ അടുത്ത ബോറോൺ എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺ ആണ്. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ 2ഉം രണ്ടാമത്തെ ഷെല്ലിൽ 5 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ നമ്മൾ 5 ഇലക്ട്രോൺസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യും? 2 എണ്ണം ഫസ്റ്റ് ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ എന്നും അറേഞ്ച് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇവിടെ ഓരോ മൂലകങ്ങളോട്ട് പോകും തോറും പീരീഡിന് ഓരോ മൂലകത്തിൽ പോകുമ്പോഴത്തേക്കും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല, ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. അപ്പൊ പീരീഡ് ഇടത്തു നിന്നും വലത്തോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നില്ല? വർദ്ധിക്കുന്നില്ല. അതായത് ആറ്റത്തിന്റെ സൈസില് മാറ്റം വരുന്നില്ല. ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ചെറുതായാണ് വരുന്നത്, വലുതായല്ല വരുന്നത്. ഷെല്ലുകളുടെ എണ്ണം വലുതാവാത്തത് കൊണ്ട് ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇടത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. അപ്പൊ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാല് ഈ നടുക്കിരിക്കുന്ന ഇലക്ട്രോൺ ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരികയാണെന്ന് പറഞ്ഞാൽ നടുക്കിരിക്കുന്ന ഇലക്ട്രോൺ എന്തിനുള്ള കഴിവുണ്ട്? നടുക്കിരിക്കുന്ന ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അതിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളെ അതിലേക്ക് ആകർഷിക്കുന്നു. അപ്പൊ സൈസ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആയിട്ട് ന്യൂക്ലിയസ് കൂടുതലായിട്ട് ഇലക്ട്രോണിനെ അതിനടുത്തേക്ക് ആകർഷിക്കുന്നു. അപ്പം ആകർഷിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പം ഈ പീരീഡില് ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കുറയുന്നു. കാരണം എന്താണ്? ഷെല്ലുകളുടെ എണ്ണം കുറയുന്നു. ഷെല്ലുകളുടെ എണ്ണം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള
ആകർഷണം കൂടുന്നു. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ഷെല്ലുകളുടെ എണ്ണം കുറയുമ്പോൾ ന്യൂക്ലിയസിന് അടുത്തായിട്ടാണ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. അപ്പൊ ഇലക്ട്രോണും ന്യൂക്ലിയസിനുള്ള ആകർഷണം കൂടുന്നു. അപ്പോൾ ആറ്റത്തിന്റെ സൈസ് അല്ലെങ്കിൽ വലിപ്പം കുറയുന്നു. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഗ്രൂപ്പിലെ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനാൽ ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. ഇനി പിരീഡിലാണെങ്കിൽ ഇടതുനിന്ന് വലത്തോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല. മാത്രമല്ല ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഇലക്ട്രോൺ അതിലേക്ക് ആകർഷിക്കുന്നു. അപ്പൊ ഈ പറയുന്ന ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു എന്ന് മനസ്സിലാക്കുക. പിരീഡിൽ ഇടതുനിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു എന്ന് മനസ്സിലാക്കുക. അറ്റോമിക് ആരം എന്താണ്? അറ്റോമിക് ആരം എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്നും പുറത്തെ ഷെല്ല് വരെയുള്ള ദൂരത്തെയാണ് അറ്റോമിക് ആരം എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന് പുറത്തെ ഷെല്ല് വരെയുള്ള ദൂരത്തെ അറ്റോമിക് ആരം എന്നറിയപ്പെടുന്നു. അതുപോലെ ആറ്റത്തിന്റെ സൈസ് കൂടുന്ന അനുസരിച്ച് അറ്റോമിക് ആരവും കൂടുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ന്യൂക്ലിയസിന് പുറത്തെ ഷെല്ല് വരെയുള്ള ദൂരത്തെ അറ്റോമിക് ആരം എന്ന് അറിയപ്പെടുന്നു. ആറ്റത്തിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് അറ്റോമിക് ആരവും കൂടുന്നു മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അയോണീകരണ ഊർജം എന്താണെന്നാണ് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് അയോണീകരണ ഊർജം? ഇവിടെ ഉദാഹരണത്തിന് സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തം ഉണ്ടായിരുന്നു. സോഡിയം ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് സംയുക്തം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോഡിയം എന്ന് പറയുന്നതിന് അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ അതിന് ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2, 8, 1 എന്നാണ് എഴുതുന്നത്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2, 8, 7 എന്നാണ് എഴുതുന്നത്. ഇവിടെ സോഡിയവും ക്ലോറിനും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പറയുന്ന സോഡിയത്തിന്റെ ഏറ്റവും പുറമേ കിടക്കുന്ന ഷെല്ലിലെ ഒരു ഇലക്ട്രോൺ സോഡിയം എന്ത് ചെയ്യുന്നുണ്ട്? വിട്ടുകൊടുക്കുന്നു. അത് ആര് സ്വീകരിക്കുന്നു? ഈ ക്ലോറിൻ. ഏറ്റവും ബാഹ്യമായ ഷെല്ലിൽ ക്ലോറിന് 7 ഇലക്ട്രോൺ നടക്കുന്ന ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിയാൽ അതിന് എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് അത് എന്ത് ചെയ്ത് ഒരു ഇലക്ട്രോണെ അത് സ്വീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരാൾ കൊടുക്കുന്നു, മറ്റൊരാൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു സംയുക്തം അവിടെ ഉണ്ടാകുന്നു. അപ്പൊ കൊടുക്കുന്ന സോഡിയത്തിന് പോസിറ്റീവ് ചാർജും അത് സ്വീകരിക്കുന്ന ക്ലോറിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു അയോണിക സംയുക്തം ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊരു അയോണിക സംയുക്തമാണ്. കാരണം ഇവിടെ എന്താണ്? ഈ രാസപ്രവർത്തന വേളയിൽ അയോൺസ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രോൺ കൊടുത്തും സ്വീകരിച്ചും അയോണുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇവിടെ അയോണിക സംയുക്തം ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. അപ്പൊ സോഡിയവും ക്ലോറിൻ എന്ന ആറ്റങ്ങൾ സംയോജിച്ച് സോഡിയം ക്ലോറൈഡ് എന്ന തന്മാത്ര ഉണ്ടാകുന്നു. ഇതൊരു അയോണിക സംയുക്തമാണെന്ന് മനസ്സിലാക്കണം. കാരണം സോഡിയവും ക്ലോറിനും പരസ്പരം അയോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാണ് ഈ സംയുക്തം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലോഹങ്ങൾ, ഇവ സോഡിയം എന്ന് പറയുന്നത് ഒരു ലോഹമാണ്. ലോഹം അതായത് ഒരു അയോണിനെ ഒരു ഇലക്ട്രോണെ കൊടുത്ത് പോസിറ്റീവ് അയോണായിട്ട് മാറുന്നു. ലോഹം ഒരു ഇലക്ട്രോണെ കൊടുത്ത് പോസിറ്റീവ് അയോണായിട്ട് മാറുന്നു. അപ്പൊ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജത്തെയാണ് അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജത്തെ എന്താണ്? അയോണീകരണ ഊർജം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് അയോണീകരണ ഊർജം? ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജത്തെയാണ് എന്ത് പറയുന്നത്? അയോണീകരണ ഊർജം എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതാണ് അയോണീകരണ ഊർജം എന്ന്. അതായത് വാതക അവസ്ഥയിൽ ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിന്റെ ബാഹ്യമത ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജമാണ് ആ മൂലകത്തിന്റെ അയോണീകരണ ഊർജം എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ സോഡിയം എടുക്കുകയാണെങ്കിൽ സോഡിയത്തിന്റെ ബാഹ്യമത ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഈ ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ ഈ മൂലകത്തിന് ആവശ്യമായ ഊർജത്തെയാണ് അതിന്റെ അയോണീകരണ ഊർജം എന്ന് മനസ്സിലാക്കുക. അപ്പൊ വാതക അവസ്ഥയിൽ ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിന്റെ ബാഹ്യമത ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണെ സ്വതന്ത്രമാക്കാൻ അതിനാവശ്യമായ ഊർജത്തെയാണ് അയോണീകരണ ഊർജം എന്ന് മനസ്സിലാക്കുക. അപ്പൊ അയോണീകരണ ഊർജം ആശ്രയിച്ചിരിക്കുന്ന പ്രധാനമായ 2 കാര്യങ്ങളിലാണ്. എന്തൊക്കെയാണ് പ്രധാനമായ 2 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ചാർജും ആറ്റത്തിന്റെ വലിപ്പത്തെയും അയോണീകരണ ഊർജം ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ അയോണീകരണ ഊർജം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ആറ്റത്തെ വിട്ടുകൊടുക്കാനുള്ള ആ മൂലകത്തിന് ആവശ്യമായിട്ടുള്ള ഊർജത്തെയാണ് അയോണീകരണ ഊർജം എന്ന് മനസ്സിലാക്കുക. അത് ഏതൊക്കെ ഘടകങ്ങളെ ആയി ബന്ധപ്പെട്ടിരിക്കുന്നു? ന്യൂക്ലിയസിന്റെ ചാർജിനെയും ആറ്റത്തിന്റെ വലിപ്പത്തെയും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അയോണീകരണ ഊർജം എങ്ങനെയാണ് ന്യൂക്ലിയസിന്റെ ചാർജിനും ആറ്റത്തിന്റെ വലിപ്പത്തിനും ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കാം. മനസ്സിലാക്കാനുള്ളത് അയോണീകരണ ഊർജം ആശ്രയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് ന്യൂക്ലിയസിന്റെ ചാർജും അതുപോലെ തന്നെ ആറ്റത്തിന്റെ വലിപ്പവും. അതായത് ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അതായത് അതിനകത്തിരിക്കുന്ന ന്യൂക്ലിയസിന് ഇലക്ട്രോണുമായിട്ടുള്ള ഇലക്ട്രോൺ അത് ഏറ്റവും പുറമേ ഇരിക്കുന്ന ഷെല്ലിലെ ഇലക്ട്രോണുമായിട്ടുള്ള ആകർഷണ ബലം കുറയുമോ കൂടുമോ? ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ നടുക്കിരിക്കുന്ന ന്യൂക്ലിയസിന് ഏറ്റവും പുറമേയുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണുകളായിട്ടുള്ള ആകർഷണം കുറയുന്നു അല്ലെ? ആകർഷണം കുറയുന്നു. അപ്പോൾ അവിടെ അയണീകരണ ഊർജം എന്ത് ചെയ്യുന്നുണ്ട്?
കുറയുന്നു. അതായത് ആ ഒരു ഇലക്ട്രോണെ ആ മൂലകത്തിന് നഷ്ടപ്പെടുത്താൻ വളരെ കുറച്ച് ഊർജ്ജം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ അവിടെ അയണീകരണ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. ന്യൂക്ലിയസിന് എത്രത്തോളം ദൂരെയാണ് ഇലക്ട്രോണുകൾ ഷെല്ലിൽ ഇരിക്കുന്നതെങ്കിൽ ആ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താൻ മൂലകത്തിന് വളരെ കുറച്ച് അയോണീകരണ ഊർജ്ജം മാത്രം മതി. അപ്പൊ അയോണീകരണ ഊർജ്ജം അവിടെ കുറയുന്നു എന്നാണ് മനസ്സിലാക്കുക. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് കുറയുന്നത്, ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണം കുറയുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? അയണീകരണ ഊർജ്ജം കുറയുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി ന്യൂക്ലിയസിന്റെ അതുപോലെ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അയണീകരണ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ ന്യൂക്ലിയസിന്റെ ബാഹ്യത ഷെല്ലിലേക്കുള്ള ആകർഷണം കുറയുന്നു. അപ്പോൾ അയണീകരണ ഊർജ്ജം കുറയുന്നു. അപ്പൊ ഗ്രൂപ്പിന്ന് മുകളിൽ താഴോട്ട് പോകുന്തോറും നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? സൈസ് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. അപ്പൊ ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺ വരെയുള്ള ഏറ്റവും പുറമെയുള്ള ഷെല്ലിലെ ഇലക്ട്രോണിന്റെ ആകർഷണം എന്ത് ചെയ്യുന്നത്? കുറയുന്നുണ്ട്. അപ്പൊ അയണീകരണ ഊർജ്ജം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു എന്ന് മനസ്സിലാക്കുക. അതാണ് കാര്യം. ഇനി പിരീഡിന്റെ കാര്യം പറയുമ്പോൾ, അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അയനീകരണ ഊർജ്ജം കുറയുന്നു എന്ന് മനസ്സിലാക്കുക. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയനീകരണ ഊർജ്ജം കുറയുന്നു. ഇനി ഒരു ഗ്രൂപ്പില് മുകളിൽ താഴോട്ട് വരും തോറും വലിപ്പം കൂടുന്നു, അതായത് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, വലിപ്പം കൂടുന്നു. അപ്പൊ ന്യൂക്ലിയസും ഷെല്ലിലെ ഏറ്റവും വിളമുള്ള ഷെല്ലിലെ ഇലക്ട്രോണുമായിട്ടുള്ള ആകർഷണം കുറയുന്നു. അപ്പൊ അയനീകരണ ഊർജ്ജം കുറയുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയനീകരണ ഊർജ്ജം കുറയുന്നു. ഇനി ഒരു പീരീഡില് ഇടത് നിന്ന് വലത്തോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല. അപ്പം ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞാണ് ഇരിക്കുന്നത്. ആറ്റത്തിന്റെ സൈസ് കുറയുന്നതനുസരിച്ച് ന്യൂക്ലിയസും ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ ഇലക്ട്രോൺ നമ്മൾ ആകർഷണം കൂടുന്നു. അപ്പൊ അവിടെ കൂടുതൽ അയനീകരണ ഊർജ്ജം കൊടുത്താൽ മാത്രമേ ആ ഇലക്ട്രോൺ മൂലകത്തിൽ നിന്നും ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അയനീകരണ ഊർജ്ജം അവിടെ കൂടുന്നു. പീരീഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകും തോറും ഈ പറയുന്ന അയനീകരണ ഊർജ്ജം കൂടുന്നു. കാരണം ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല, ആറ്റത്തിന്റെ സൈസ് കുറയുന്നു. ആറ്റത്തിന്റെ സൈസ് കുറയുമ്പോൾ അയനീകരണ ഊർജ്ജം കൂടുന്നു. അയനീകരണ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നു. അയനീകരണ ഊർജ്ജം കൂടുന്നു. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയനീകരണ ഊർജ്ജം കുറയുന്നു. ആറ്റത്തിന്റെ വലിപ്പം കുറയുമ്പോൾ അയനീകരണ ഊർജ്ജം കൂടുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു പീരീഡിൽ ഇടതുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. ആറ്റത്തിന്റെ സൈസ് കുറയുമ്പോൾ അയനീകരണ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നു. അയനീകരണ ഊർജ്ജം കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. അത് കൂടെ ന്യൂക്ലിയസ് ചേർത്ത് പിടിച്ച് വെച്ചിരിക്കും. അപ്പം ലോഹങ്ങളാണ് പൊതുവെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത്. ആ ലോഹങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു സോഡിയം ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. അവിടെ അയനീകരണ ഊർജ്ജം കുറഞ്ഞിരുന്നത് കൊണ്ടാണ് ലോഹത്തിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ സാധിച്ചത്. അപ്പൊ ലോഹങ്ങൾക്ക് അയനീകരണ ഊർജ്ജം എങ്ങനെയാണ്? കുറവാണെന്ന് മനസ്സിലാക്കുക. ലോഹങ്ങൾ അതായത് ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്നു പീരീഡിൽ അലോഹ സ്വഭാവമാണ് കൂടുന്നത്. കാരണം അവിടെ പീരീഡിലാണെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സൈസ് കുറയുന്നതനുസരിച്ച് അയനീകരണ ഊർജ്ജം കൂടുന്നു. അയനീകരണ ഊർജ്ജം കൂടുമ്പോൾ അത് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ വിട്ടുകൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന ചേർത്ത് പിടിക്കുന്നു. അപ്പൊ അവിടെ ലോഹ സ്വഭാവം ഇല്ല, അവിടെ അലോഹ സ്വഭാവമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ പീരീഡില് ഇടതുനിന്ന് വലത്തോട്ട് പോകും തോറും അലോഹ സ്വഭാവമാണ് കൂടുന്നത്. അതേസമയം അയോണീകരണ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അലോഹ സ്വഭാവങ്ങൾക്ക് അയനീകരണ ഊർജ്ജം കൂടുതലാണ്, എന്നാൽ ലോഹ സ്വഭാവങ്ങൾക്ക് അയനീകരണ ഊർജ്ജം കുറവാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയണുകളായി മാറുന്ന ലോഹങ്ങളെയാണ് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് അറിയുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് ആദ്യം മനസ്സിലാക്കാം. ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കുക, അതായത് ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ആയിരിക്കുക. അപ്പൊ ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ആയിരിക്കുന്ന കഴിവ് കൂടുതലായിട്ട് ആർക്കാണുള്ളത്? ലോഹങ്ങൾക്കാണ്. അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നാണ് ആ കഴിവിനെ പറയുന്നത്. ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയണുകളായി മാറുന്നതിനെയാണ് ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോ പോസിറ്റീവ്? ലോഹങ്ങളെല്ലാം എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് ആണ് ആര്? ലോഹങ്ങളെല്ലാം ഇലക്ട്രോ പോസിറ്റീവ് ആണ്. കാരണം അതിന് എന്തിനുള്ള കഴിവുണ്ട്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ട്. ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളൊക്കെ മാറുന്ന ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് വിളിക്കുന്നു. ഇലക്ട്രോ പോസിറ്റീവ് ലോഹങ്ങൾ എന്ന് വിളിക്കുന്നു. ആ കഴിവിനെ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നും വിളിക്കുന്നു. ഇനി രാസപ്രവർത്തന വേളയിൽ ഈ ഇലക്ട്രോണെ സ്വീകരിച്ച് നെഗറ്റീവ് അയൺ ആകുന്ന അലോഹങ്ങളാണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അലോഹങ്ങളാണ് രാസപ്രവർത്തന വേളയിൽ
ഈ ഇലക്ട്രോണിനെ, ഈ ലോഹങ്ങൾ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന നെഗറ്റീവ് അയണായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. അതുപോലെ തന്നെ ആ അയോണുകളെ ഇലക്ട്രോ നെഗറ്റീവ് ആ മൂലകങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ അല്ലെങ്കിൽ അലോഹ സ്വഭാവങ്ങൾ കാണിക്കുന്നവയെല്ലാം ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് എന്നും ലോഹങ്ങളെ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതിന് അതിനെ ഇലക്ട്രോ പോസിറ്റീവ് എന്നും ഇതിനെ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നും, ഇനി അലോഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണെ സ്വീകരിക്കുന്നതുകൊണ്ട് അതിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ടെന്നും മനസ്സിലാക്കാം. ഇലക്ട്രോ നെഗറ്റീവ് ആണ് അലോഹങ്ങളെ, ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ലോഹങ്ങളുടെയും ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങൾ ഉപലോഹങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ലോഹങ്ങളുടെ സ്വഭാവം കാണിക്കും, അലോഹങ്ങളുടെ സ്വഭാവം കാണിക്കും. രണ്ടിന്റെ സ്വഭാവം കാണിക്കുന്നത് എന്തിരിക്കുന്നു, ഉപലോഹങ്ങൾ എന്ന് പറയുന്നു. ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡ്സ്. അവയ്ക്ക് ഉദാഹരണമാണ് സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം മുതലായവ. ഇതൊക്കെയാണ് സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി. സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി മുതലായവ ഉപലോഹങ്ങളാണ്. അവയ്ക്ക് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോവാം. അതായത് നമ്മൾ ആറ്റത്തിന്റെ വലിപ്പം പറഞ്ഞപ്പോൾ പിരീഡിൽ, അതായത് ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്ന ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതായത് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, എന്ത് സ്വഭാവമാണ് കൂടുന്നത്, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു അല്ലെ. ആറ്റത്തിന്റെ എണ്ണം ഗ്രൂപ്പിന് എന്താണ് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും എന്താണ് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അവയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ന്യൂക്ലിയസും ഇലക്ട്രോണുള്ള ആകർഷണം കുറയോ കൂടിയിരിക്കോ, കുറഞ്ഞിരിക്കും അല്ലെ. അപ്പൊ ആ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിന് എന്ത് സ്വഭാവമാണ്, ലോഹ സ്വഭാവമാണുള്ളത്. അല്ലിപ്പോ ഗ്രൂപ്പുകളിൽ മുകളിൽ താഴോട്ട് പോകുന്നതോറും അവയ്ക്ക് ലോഹ സ്വഭാവം കൂടുന്നു മനസ്സിലാക്കാം, അലോഹ സ്വഭാവം കുറയുന്നു മനസ്സിലാക്കാം. ഇനി അയോണീകരണ ഊർജ്ജം വളരെ കുറച്ച് മതി, അപ്പൊ അയോണീകരണ ഊർജ്ജം കുറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കാം. ഇനി അത് ലോഹങ്ങളായതിനാൽ അതിന് ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഇനി പിരീഡിലാണെങ്കിൽ ഇടതുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ സൈസ്, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല, ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി, ആ ഒരു താല്പര്യം കുറഞ്ഞു വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, അയണീകരണ ഊർജ്ജം കൂടുതലായിട്ട് വേണ്ടി വരുന്നു. അപ്പൊ എന്താണ്, അലോഹ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് അവിടെ ഉള്ളത്. അപ്പൊ അലോഹ സ്വഭാവങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണെന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, റിവൈസ് ചെയ്യുക. അപ്പം ഇതോടുകൂടി SCERT-യിൽ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. പുതിയ ടെക്സ്റ്റിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിലുള്ള എല്ലാ പോയിന്റ്സും പരീക്ഷയ്ക്ക് മുൻവർഷ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.